കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ വളരെ കർശനമായി, കാരണം അവിടെ നിന്ന് ഒരു ഒഫൻസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ തരത്തിലായിരിക്കും ഇത്തവണ ഞങ്ങൾ ചെയ്യുന്നത്. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളാണിക്കൽ പാറമുകൾ അങ്ങനെയുള്ള ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ അല്ലെങ്കിൽ വെഞ്ഞാറമൂട് പരിസര പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുന്നവരൊക്കെ കൃത്യമായിട്ട് നിയമം പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ഞങ്ങളുടെ ഓണവും ക്രിസ്മസും പിറന്നാളും. അതുകൊണ്ട് നേരത്തെ പോയി ആഘോഷിച്ചു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണല്ലേ? വീട്ടിൽ പോയി രാത്രി ഒന്ന് വീട്ടിൽ പോയി സദ്യ കഴിക്കണം. അപ്പോൾ പൊതുവിൽ ഇത്തവണ എന്തായാലും പൊതുവിൽ ഒരു വലിയൊരു ശല്യം ഇല്ലാതിരുന്നൊരു സാഹചര്യം തന്നെയാണ്. അതെ അതെ അതെ, വളരെ ശല്യം, ട്രാഫിക് എല്ലാം വളരെ നോർമലായിരുന്നു. റോഡിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രചരണം നമുക്ക് വ്യക്തമായിട്ട് അതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പല സ്ഥലത്തുനിന്നും ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുക വരെ ഉണ്ടായി, ഇങ്ങനെ ഒരു റോഡ് എങ്ങനെയാണ് ആ റോഡെന്ന്. അതായത് സ്ഥിര യാത്രക്കാർക്ക് പോലും അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു അതിന് കൊടുത്തൊരു പബ്ലിസിറ്റി ഉണ്ട്, അത് നമുക്ക് മാക്സിമം ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കർമ്മനിരതരായി ഇപ്പോഴും നിൽക്കുന്ന ഈ തിരുവോണ ദിവസവും നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുവോണ ദിവസം അവരുടെ ഓണം എങ്ങനെയായിരുന്നു എന്ന് നമുക്കന്ന് ചോദിച്ചറിയാം. വന്നോളൂ. വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ സാറും സബ് ഇൻസ്പെക്ടർ ഷാൻ സാറുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലകത്ത് കൺട്രോൾ ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഇപ്പോഴും സജീവമായിട്ട് ഇവിടെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. നമസ്കാരം സാറേ. നമസ്കാരം. ഇപ്പോഴും തിരുവോണ ദിവസമാണ് അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹാപ്പി ഓണം ആദ്യമേ പറയട്ടെ. സെയിം ടു യു. ഓക്കെ. വെഞ്ഞാറമൂട് മാത്രമല്ല, എല്ലാ പോലീസ് സ്റ്റേഷനും ഇറസ്പെക്റ്റീവ് ഓഫ് ആഘോഷങ്ങൾ സജീവമായി നിന്നാലേ നടക്കുകയുള്ളൂ. ഇതിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ആഘോഷങ്ങളെല്ലാം വളരെ ചുരുങ്ങിയതാണ്. വലിയ പ്രോഗ്രാംസ് ഒന്നും ഓണമായിട്ടില്ല. എല്ലാം ക്ലബ്ബുകളുടെ കുട്ടികളുടെ പരിപാടിയും അങ്ങനെയുള്ള പ്രോഗ്രാംസ് മാത്രമേ ഉള്ളതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. സമാധാനപരമായി തന്നെയാണ് ഓണാഘോഷം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മദ്യപാനികളുടെ ശല്യം പ്രത്യേകിച്ച് ഉണ്ടാവുക അതുണ്ട്, അതിനൊരു കുറവുമില്ല. കാരണം സ്വന്തം വീട്ടിൽ തന്നെ മദ്യപിച്ച് സ്വന്തം വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ ഇന്നലെയും 3-4 പേര് സ്റ്റേഷനിലുണ്ടായിരുന്നു. പല കുടുംബങ്ങളും രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയാണ്. ഓണത്തിന് തൊട്ട് മുന്നേ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. സാറിൻ്റെ സഹകരിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടായി ജനങ്ങൾക്കിടയിൽ? അല്ല, അതൊരു വലിയ ഇമ്പാക്റ്റാണ്. ആ റോഡിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു പ്രചരണം നമുക്ക് വ്യക്തമായിട്ട് അതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പല സ്ഥലത്തുനിന്നും ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുക വരെ ഉണ്ടായി, ഇങ്ങനെ ഒരു റോഡ് എങ്ങനെയാണ് ആ റോഡെന്ന്. അതായത് സ്ഥിര യാത്രക്കാർക്ക് പോലും അത് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു അതിന് കൊടുത്തൊരു പബ്ലിസിറ്റി ഉണ്ട്, അത് നമുക്ക് മാക്സിമം ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 ദിവസമായിട്ട് ഇന്നിവിടെ ചാരിറ്റി വില്ലേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. റോട്ടറി ക്ലബിൻ്റെ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അദ്ദേഹവും അവരെ ഓണക്കോടി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൂടെ ആയിരുന്നു ഓണം. കുടുംബത്തോടൊപ്പം ആഘോഷിക്കേണ്ട ഒരു സമയമാണ്. എന്നിരുന്നാലും സാറിപ്പോൾ ഇവിടെയാണ്, കുടുംബം കണ്ണൂരാണ്. അപ്പോൾ അതൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം അത്രയും ദൂരെ അവർ നിൽക്കുന്നതുകൊണ്ടുള്ളൊരു മനസ്സിന് ആ ഒരിതുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ഞങ്ങളുടെ ഓണവും ക്രിസ്മസും പിറന്നാളും. നേരത്തെ പോയി ആഘോഷിച്ചു. മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. നോക്കിനെ വളരെ സമാധാനപൂർണ്ണമായിരുന്നു, ശാന്തപൂർണ്ണമായിരുന്നു, സന്തോഷപൂർണ്ണമായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. സദ്യ സാറോടൊപ്പം ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, ഇനി രാത്രി വീട്ടിൽ പോയി സദ്യ കഴിക്കണം. വീട്ടിൽ പോയി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണല്ലേ? വീട്ടിൽ പോയി രാത്രി ഒന്ന് വീട്ടിൽ പോയി സദ്യ കഴിക്കണം. അപ്പോൾ പൊതുവിൽ ഇത്തവണ എന്തായാലും പൊതുവിൽ ഒരു വലിയൊരു ശല്യം ഇല്ലാതിരുന്നൊരു സാഹചര്യം തന്നെയാണ്. അതെ അതെ അതെ, വളരെ ശല്യം, ട്രാഫിക് എല്ലാം വളരെ നോർമലായിരുന്നു. നിങ്ങൾ ആ വീഡിയോ വളരെ എന്താ പറയുക, ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ അതെ. മറ്റ് പ്രധാനപ്പെട്ട വിശേഷങ്ങളൊന്നുമില്ല. വെള്ളാണിക്കൽ പാറയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല. കാരണം 2 പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി ആയതുകൊണ്ട് തന്നെ പോത്തൻകോട് പോലീസ് കൈയൊഴിയുന്നു, വെഞ്ഞാറമൂട് പോലീസ് കൈയൊഴിയുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെഞ്ഞാറമൂടിൻ്റെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടോ? ഈ പറഞ്ഞ ആരോപണം ശരിയല്ല. കാരണം കഴിഞ്ഞ ന്യൂ ഇയർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എത്രമാത്രം ഞങ്ങളവിടെ പെട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെക്കിങ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കഴിഞ്ഞ ന്യൂ ഇയർ ശ്രദ്ധിച്ചറിയാം. ഓൾമോസ്റ്റ് വന്ന കാര്യം ഇതൊരു നല്ലൊരു സ്പോട്ടാണെന്ന് മനസ്സിലാവുന്ന തന്നെ അങ്ങോട്ട് പോയ വാഹനങ്ങളുടെ ഇത് കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വളരെയധികം കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്ന് പരിശോധന നടത്തിയിട്ടുള്ളത്.
തുടർ ദിവസങ്ങളിലും അത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഓണ ദിവസമായിട്ട് മാന്യമായിട്ട് പോകുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാതെ നിയമം ലംഘിച്ചു പോകുന്നവർ കൃത്യമായി സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. സൂക്ഷിച്ചേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളാണിക്കൽ പാറമുകൾ അങ്ങനെയുള്ള ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ അല്ലെങ്കിൽ വെഞ്ഞാറമൂട് പരിസര പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങുന്നവരൊക്കെ കൃത്യമായിട്ട് നിയമം പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. കൃത്യമായ ഇടപെടൽ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കാരണം തിരുവോണ ദിവസമായിട്ടും ഇവർ രണ്ടുപേരും അവരുടെ കൃത്യനിർവഹണത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചോളൂ. വെഞ്ഞാറമൂടുകാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, വെഞ്ഞാറമൂടിൻ്റെ ട്രാഫിക് കൺട്രോൾ ചെയ്യാനും വെഞ്ഞാറമൂടിൻ്റെ ഓണം ഇത്രത്തോളം ആഘോഷിക്കുവാൻ കഴിഞ്ഞതും ഇവരുടെ ഭാഗത്തു നിന്നുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇടപെടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടുകാരുടെ സഹകരണവും ഇവർ പ്രതീക്ഷിക്കുകയാണ്. ഓൺലൈൻ വാർത്തയ്ക്ക് വേണ്ടി ക്യാമറാമാൻ നന്ദകുമാറിനൊപ്പം ഫൈസൽ അസീസ്, ഓൺലൈൻ വാർത്ത, വെഞ്ഞാറമൂട്. അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ആഘോഷം ഉഷാറാക്കാൻ സ്വയംവരം. 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. ഇത് എന്റെ ഓണം, എന്റെ ഊഴം, എന്റെ നേരം. ഇനി എന്തുമേതും സ്വന്തമാക്കും മഞ്ചലേറും. മൈ ജി ഓണം മാസോണം സീസൺ 2.